ഹോർമൂസ് തുറക്കുന്ന കരാർ ഉടനെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സമാന സ്ഥിരീകരണവുമായി ഇറാനും. ചരക്കുകടത്തിന് ഒമാനുമായി കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബക്കായി പറഞ്ഞു. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ US ഉപരോധം അവസാനിപ്പിക്കാതെ ഹോർമൂസ് വഴി ചരക്കുകടത്ത് അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ USഉം ഒമാനും പ്രതികരിച്ചിട്ടില്ല. ആഗോള എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 1/5 കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് വഴി ഏറെയായി ചരക്കുകടത്ത് ഭാഗികമായി നിലച്ച നിലയിലാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ USഉം ഇസ്രായേലും ഇറാനിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹോർമൂസിൽ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വൈകാതെ ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്കയും ഉപരോധം പ്രഖ്യാപിച്ചു. ഇരു വിലക്കുകൾക്കും നീക്കലാണ് ചർച്ചകളിലെ പ്രധാന വെല്ലുവിളി. പേർഷ്യൻ കടലിലേക്ക് കപ്പലുകളുടെ സഞ്ചാരം പൂർണ്ണമായി ഇറാൻ നിയന്ത്രണത്തിലാക്കും വിധമാണ് പുതിയ ധാരണയെന്നാണ് സൂചന. താൽക്കാലികമായിരിക്കും പുതിയ പാതയെന്നും 2 മുതൽ 4 വരെ മാസം ഈ പാത കപ്പലുകൾക്കായി തുറന്നിടുമെന്നും ഇറാൻ ഉപവിദേശകാര്യമന്ത്രി കാസിം ഗരീബാബാദി പറഞ്ഞു. അതിനിടെ ചരക്കുകടത്തിന് ഇറാൻ തുക ഈടാക്കുമെന്ന പ്രഖ്യാപനവും കീറാമുട്ടിയായി തുടരുകയാണ്. കപ്പലിലെ ചരക്കിന്റെ 5 മുതൽ 7% വരെ ഫീസ് നൽകണമെന്നാണ് ഇറാൻ ആവശ്യമെന്ന് റിപ്പോർട്ടുകളുണ്ട്. 3% വരെ ആകാമെന്ന് ഒമാനും പറയുന്നു. എന്നാൽ തീരെ വാങ്ങരുതെന്നാണ് അമേരിക്കയുടെ ആവശ്യം. തുക ഈടാക്കുന്നതിനെതിരെ മുൻനിര ഷിപ്പിംഗ് കമ്പനി സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. വിഷയത്തിൽ UN ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ എത്തിയിരുന്നെങ്കിലും ആക്രമണങ്ങളിൽ ശമനമുണ്ടായിട്ടില്ല. ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ഉപരോധം തുടരുകയാണ്. ചെങ്കടലിൽ സൗദി കപ്പലുകൾക്ക് ഹൂതികളും ഉപരോധം തുടരുകയാണ്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ധാരണ ഉണ്ടാക്കാനായി USഉം ഇറാനും തമ്മിലുള്ള സാങ്കേതിക തല ചർച്ചകൾ പുനരാരംഭിക്കാൻ വഴിയൊരുക്കുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ പരിഹാരമാണ് ആവശ്യമെന്നും അതിനായുള്ള എല്ലാ ശ്രമങ്ങൾക്കും പിന്തുണ നൽകുന്നതായും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അദ്രാബി വ്യക്തമാക്കി. പ്രതിവാര മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ കീഴിൽ USഉം ഇറാനും തമ്മിലുള്ള സാങ്കേതിക തല ചർച്ചകൾ വീണ്ടും ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്രാബി പറഞ്ഞു. സംഘർഷം കുറയ്ക്കാനും ദീർഘകാല സമാധാനം ഉറപ്പാക്കാനും നയതന്ത്ര സംഭാഷണങ്ങളാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിലെ കരാറിന്റെ അവസാന ഘട്ടത്തിലാണ് ഒമാനുമായി ചർച്ചകളെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതേസമയം കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ധാരണ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. സംഘർഷം കുറയ്ക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒമാന്റെ നിലപാടിനെയും അദ്രാബി അഭിനന്ദിച്ചു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന തീരദേശ രാഷ്ട്രമെന്ന നിലയിൽ ഒമാൻ നടത്തിയ ഇടപെടലുകൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ സംഭാവനയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുതിയ നിർദ്ദേശപ്രകാരം ഹോർമൂസ് കടലിടുക്കിലൂടെ പ്രവേശിക്കുന്ന കപ്പലുകൾ ഇറാനോട് ചേർന്നുള്ള റൂട്ടിലൂടെയും പുറത്തേക്ക് പോകുന്ന കപ്പലുകൾ ഒമാനോട് ചേർന്നുള്ള റൂട്ടിലൂടെയും ആയിരിക്കും സഞ്ചരിക്കുക. ഈ ജലപാതയിലൂടെയുള്ള യാത്രയ്ക്ക് യാതൊരുവിധ ടോളോ സർവീസ് ഫീസോ ഈടാക്കില്ലെന്നത് ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. ജൂലൈ മാസത്തിൽ ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 60 ദിവസത്തെ സൗജന്യ യാത്രാ കാലയളവോടെ USഉം ഇറാനും വീണ്ടും ചർച്ചാമേശയിലേക്ക് മടങ്ങാൻ ഈ കരാർ വഴിയൊരുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നിരുന്നാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള ഭീഷണികളും നാവിക ഉപരോധങ്ങളും ഇപ്പോഴും സമുദ്ര സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണെന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുപ്രധാനമായ ഈ ഊർജ്ജപാത വീണ്ടും തുറക്കപ്പെടുന്നത് ആഗോള എണ്ണ വിപണിക്കും അന്താരാഷ്ട്ര ഷിപ്പിംഗ് മേഖലയ്ക്കും വലിയ ആശ്വാസമാകുമെന്നതിൽ തർക്കമില്ല. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് വലിയ രീതിയിൽ അയവുണ്ടാകുമെന്നാണ് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 6 മാസത്തിലേറെയായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ലോകത്തിലെ 1/5 എണ്ണ കയറ്റുമതിയും നടക്കുന്ന ഈ തന്ത്രപ്രധാന ജലപാതയുടെ നിയന്ത്രണം കൈവശപ്പെടുത്താൻ അമേരിക്ക ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും പരാജയപ്പെട്ടു. അനിയന്ത്രിതമായ നാവിഗേഷൻ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താൻ നോക്കിയ അമേരിക്കയ്ക്ക് ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും പുറത്തു നിൽക്കേണ്ടി വന്നത് അമേരിക്കൻ നയതന്ത്രത്തിന്റെ വൻ തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.